അന്തിമമായി ഞാൻ ചോദിക്കുന്നു, എന്റെ പക്ഷി വിട്ടുതരുന്നോ ഇല്ലയോ? ഇല്ല, ഇത് ആകാശത്തേക്ക് സ്വതന്ത്രമാണ്. ഇല്ല, അത് നടക്കില്ല. മകനെ നഷ്ടപ്പെട്ടു പോയ ഒരു പാവം അമ്മ. ഈ അമ്മയുടെ മകൻ പ്രളയത്തിൽപ്പെട്ട് നഷ്ടമായി. അമ്മയ്ക്ക് ആ മകനെ തിരിച്ചു കിട്ടാൻ ഈ അമ്മ ജീവിതത്തോളം ആഗ്രഹിച്ചു. ഞാൻ ഏറെ അലഞ്ഞു എന്റെ മകനെ ലഭിക്കാൻ. ഒരുപാട് വീടുകൾ കയറിയിറങ്ങി, കടുകുമണികൾ എല്ലാ വീടുകളിലും. എന്നാൽ ആരും മരിക്കാത്ത ഒരു കുടുംബവും കണ്ടില്ല മക്കളെ. അഭിവന്ധിയായ മാതാവ്, അതെ, അമിതമായ ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. ആരും മരിക്കാത്ത ഒരു കുടുംബവും ഈ ഭൂമുഖത്തില്ല. മരണമോ സത്യമാണ്. അതെ, ആ സത്യജ്ഞാനമാണ് ഞാൻ കണ്ടെത്തിയത്. മരണം എല്ലാ മനുഷ്യരെയും കാത്തിരിക്കുന്നു. മരണം ജൈവപ്രകൃതിയുടെ ഭാഗമാണ്. അത് തടയാൻ, അതിനെ എതിർക്കാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ കൊലയും ഹിംസയും നമ്മൾക്ക് ഒഴിവാക്കാൻ കഴിയും. മരിച്ചുപോയവർ തിരിച്ചു വരില്ല, അതെല്ലാവർക്കും അറിയാം. എന്നാൽ ഓരോ മനുഷ്യരും മരിച്ചു പോകുമ്പോൾ അയാളെ അല്ലെങ്കിൽ അവളെ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്നുണ്ടാകും, മരിച്ചു പോയവർ തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന്. ഇതൊരമ്മ മകൻ തിരിച്ചു വരില്ലെന്ന് അറിവിൽ നിൽക്കുന്നു. ക്ഷത്രിയ, നീ മനുഷ്യന്റെ ജീവനെടുക്കാൻ, നീ ഇവരുടെ പ്രാണനെടുക്കാൻ നിൽക്കുകയാണ്. എന്തിന്? ഞാൻ അമ്പെയ്ത് വീഴ്ത്തിയ പറവയെ രക്ഷപ്പെടുത്തിയത്, ആ പറവയെ വിട്ടുകൊടുക്കാത്തത്. കഷ്ടം. ഈ മകനാണ് എന്റെ ജീവിതജ്ഞാനത്തിലേക്ക് നയിച്ചത്. മരണം ജീവിത ചക്രത്തിന്റെ ഭാഗമാണെന്നും കൊല പ്രകൃതി ഇച്ഛിക്കാത്ത ഹിംസയുമാണെന്നും ആ ജ്ഞാനം നിനക്കിതുവരെയും ഉണ്ടായില്ലേ മകനെ? ഹിംസ ഭീരുവിന്റെ ആയുധമാണ്, ധീരന്റെ ആയുധമല്ല. ക്ഷമ കൊണ്ട് മനസ്സിന്റെ അധമവികാരങ്ങളെ പരാജയപ്പെടുത്തുന്നവനാണ് യഥാർത്ഥ ധീരൻ. അപ്പോൾ ഈ ക്ഷത്രിയധർമ്മം എന്നൊക്കെ പറയുന്നത് അതിന്റെ നിരർത്ഥകത നമ്മൾ മുമ്പേ സംസാരിച്ചതല്ലേ? അപ്പോൾ എന്റെ ക്ഷത്രിയ മിത്രം വികാരങ്ങളുടെ തീമേഘങ്ങളിലായിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ ചിന്തകൾ ദുർബലമായിരിക്കും. അതെ മിത്രമേ, അങ്ങ് വികാരങ്ങളുടെ കടലിൽ നിന്ന് പുറത്തു വരും. ആയുധം ഉപേക്ഷിക്കും. ആയുധം ഉപേക്ഷിക്കൂ മകനെ. എന്റെ ക്ഷത്രിയ മിത്രമേ, ഇപ്പോൾ എന്തു തോന്നുന്നു? ഞങ്ങളെ കൊല്ലേണ്ടേ? ഇനി എനിക്കിതിനാവില്ല. ജനനം, ജീവിതം, മരണം എല്ലാം പ്രപഞ്ച നിയമമാണ്. മനുഷ്യൻ അതിൽ ഇടപെടുമ്പോൾ പ്രപഞ്ചതാളം തെറ്റുന്നു. ഹിംസയാണ് പ്രപഞ്ചതാളം തെറ്റിക്കുന്നത്. ചരിത്രത്തിൽ നിന്നും ആയുധങ്ങളുടെ ലോഹശബ്ദമല്ല നമ്മൾ സാംശീകരിക്കേണ്ടത്. സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും അഹിംസയുടെയും സ്നേഹഗാനമാണ്. മനുഷ്യന് നേരെയുള്ള ഹിംസ, ഭൂമിക്കും പ്രകൃതിക്കും നേരെയുള്ള ഹിംസ, അധികാരത്തിനും സമ്പത്തിനും മതത്തിനും വേണ്ടിയുള്ള പടയോട്ടങ്ങൾ എല്ലാം അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു.
ഇനിയും നിരപരാധികളുടെ രക്തം വീണ് ഈ മണ്ണ് നനയരുത്. നിങ്ങളാണ് എന്റെ മക്കൾ. അമ്പല, അൻപ്, അതെ, സ്നേഹം സഹസ്രാബ്ദങ്ങളിലേക്ക് സംക്രമിക്കട്ടെ. സംഹാരമല്ല, സംരക്ഷണമാണ് കാലം ആവശ്യപ്പെടുന്നത്. മുറിവിൽ നിന്ന് മുക്തി നേടിയ ഈ പ്രാവ് ശാന്തിയുടെ വിഹായുസിലേക്ക് ചിറക് വിരിക്കട്ടെ.